നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ സ്റ്റേറ്റ്, ഇല്ലേ? എത്ര സന്തോഷത്തോടെയാണ് മനുഷ്യർ ഇവിടെ ജീവിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കലാപങ്ങളോ പ്രശ്നങ്ങളോ ഈ കേരളത്തിലുണ്ടോ? വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും മനുഷ്യർ ജീവിക്കുന്ന നമ്മുടെ ഈ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ കച്ചകെട്ടി ഇവർ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വലിയ ശ്രമം നടക്കുമ്പോൾ കേരളം തകർന്നുകൂടാ. നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ മഹാനായ അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച ഈ കേരളം 57 മുതൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ലോകത്തിന് മാതൃകയായിട്ടുള്ള നമ്മുടെ കേരളം ഈ നിലയിൽ നിലനിൽക്കണം. പ്രിയപ്പെട്ടവരെ, തകർന്നു പോയിക്കൂടാ. തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയങ്ങൾ അത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ ഒറ്റയ്ക്ക് അവർക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഭരണഘടന ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ ഒറ്റയ്ക്ക് അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അവര് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ ഒരു ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടാക്കി നമുക്ക് ശക്തമായി പാർലമെന്റിനകത്ത് നന്നായി ഇടപെടാൻ ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും നല്ല റോൾ കോൺഗ്രസ് എടുക്കുന്നില്ല എങ്കിലും പരിമിതികൾക്കകത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കരുത്ത് കുറവാണെങ്കിലും നമ്മൾ നന്നായി ഇടപെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരവസ്ഥ എന്താ നമ്മൾ ചിന്തിച്ചു നോക്കി. പൗരന്റെ അവകാശങ്ങൾ എത്രമാത്രം ഹനിച്ചുകൊണ്ടിരിക്കുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ, 65 ലക്ഷം ആളുകളുടെ വോട്ടാണ് അത് ഇല്ലാതായത്. വലിയ സമരം നടത്തിയതിന്റെ ഫലമായിട്ടാണ് അത് കുറച്ചുകൊണ്ടെങ്കിലും സാധിച്ചത്.